ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അരിക്കടിക്കയാണ്. കണ്ണൂരുകാരുടെയും കോഴിക്കോടുകാരുടെയും രണ്ട് തരത്തിലുള്ള അരിക്കടിക്കയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചെയ്ത് നോക്കാം. വരും. അരിക്കടിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. ഞാനതിൽ പത്തിരി മാവ് നേർമപ്പൊടി മാത്രമല്ല ഇടുന്നത്, കുറച്ച് തരിയുള്ള പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോഴായിരിക്കും അത് കടിക്കുമ്പോഴും നമുക്ക് ആ ഒരു സ്വാദ് കിട്ടുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് ഉപ്പ് പിന്നെയും തേങ്ങയിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. പോരെങ്കിലും ഇടാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞു. നമുക്കതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് തിളച്ച വെള്ളം ഈ പൊടിയിലേക്ക്, ഇതിൽ ഞാൻ ഒരു 1/4 കപ്പ് നേർമപ്പൊടിയും ഒരു 1/4 കപ്പ് തരികളുള്ള പൊടിയും ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന്, ഇതിലൊന്നും പ്രത്യേകിച്ചൊരു ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും പത്തിരിയൊക്കെ വീട്ടിലുണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. ആ ഒരു പാകം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കടുക്കയുടെ മാവിൻ്റെ കൂടെ ചേർക്കാനുള്ള ഒരു അരപ്പുണ്ട്. അതിന് ഞാൻ ഏതാണ്ട് ഒരു അരമുറി മുഴുവനായിട്ടില്ല തേങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ സ്വാദ് ഇതിൽ മുന്നിട്ട് നിൽക്കും കേട്ടോ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ സവാളയാണ് എടുത്തത്. കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ നിന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. നമ്മുടെ പത്തിരിയുടെ മാവ് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ആ കുഴച്ച മാവിലേക്ക് നമുക്ക് ഈ തേങ്ങ, ഉള്ളി, പെരിഞ്ജീരകം ഇത് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ സ്വാദ് മുന്നിട്ട് നിൽക്കണം. പെരിഞ്ജീരകം കുറവാണ്, സ്മെല്ലില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. നമ്മൾ മാവ് ഏകദേശം ഒന്ന് കുഴച്ചു. അതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ മിക്സ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കാം. ഇതാണ് നമ്മൾ കടുക്കയുടെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ പോകുന്ന മാവാണേ. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ട് നമുക്കിനി കടുക്ക വൃത്തിയാക്കുന്ന കാണാം. അപ്പോൾ അരിക്കടുക്ക തയ്യാറാക്കാനുള്ള കടുക്കയാണ്. കടുക്ക നല്ല വലിയ കടുക്ക ഉണ്ടായതാണ് നല്ല എളുപ്പത്തിൽ സുഖമായിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുക. പക്ഷേ ഇത് ചെറിയ കടുക്കയാണ്. എനിക്ക് ഇന്ന് ഇതേ കിട്ടിയുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കാം. ഈ അരിക്കടുക്കയിലേക്കാണ് ആ മാവ് നിറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ചെറിയ കടുക്കയാണ് കേട്ടോ. വലിയ തന്നെ ആവണം. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയത് ചെറുതായതുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് മാവ് വെക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ പുറത്ത് ഇതിൽ വലിയ അഴുക്കില്ല. അങ്ങനെ വെച്ചാലും ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഒന്ന് കഴുകിയിട്ടാണ് നമ്മൾ ഓരോന്നും എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ പാറയുടെ ഇടയ്ക്കിലൊക്കെ ഉണ്ടായതല്ലേ, നല്ല അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് ഇങ്ങനെ വൃത്തിയായിട്ട് കഴുകിയിട്ട് മാറ്റി വയ്ക്കണം. ഈ കടുക്ക ഒന്ന് കഴുകിയെടുത്തതാണ്, നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ നോക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ഇത് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തുറന്നു പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം പോയിട്ടുണ്ടാവും, എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കൊന്നിത് പൊളന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെതായൊരു വെള്ളം ഉണ്ടാവും. അപ്പം നമ്മളതൊന്ന് പൊളന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ വെള്ളമാണ് അതിൻ്റെ സ്വാദ്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഇതിൽ പോയിട്ടുണ്ട്, കുറച്ചൊക്കെ കിട്ടാനുള്ളൂ. മുഴുവൻ കടുക്ക എടുത്തിട്ടില്ല കേട്ടോ. ഞാനൊരു 10-12 എണ്ണം മാത്രമേ എടുത്തുള്ളൂ. കടുക്ക എടുത്തു കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കടുക്കയുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വെള്ളമുണ്ട്, അതാണ് അതിൻ്റെ സ്വാദ്. അപ്പോൾ നമ്മൾ അത് അരിച്ചിട്ട് എടുക്കുകയാണ് പോകുന്നത്. നമ്മൾ ആ കടുക്കയുടെ വെള്ളം അരിച്ചെടുത്തു. ഇതിന് എന്താ ചെയ്യുന്നതെന്ന് പറയാം. അരിച്ച വെള്ളം ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ കടുക്ക ഒന്നുകൂടെ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പം അതിൻ്റെ ഒരു രോമമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിൽ കഴുകിക്കളയാം.
ഇപ്പോൾ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കാം. ഇപ്പോൾ ഒന്നുമില്ല, പക്ഷേ ഞാൻ എന്നാലും ഇത് ഓരോന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ വെള്ളം അത് മാറ്റി വെച്ചു. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുഴച്ച് വെച്ച മാവിലേക്ക് നമ്മൾ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒഴിക്കുകയാണ്. കടുക്ക, പച്ചക്കടുക്ക നന്നാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വെള്ളം വരും. ആ വെള്ളമായത് അപ്പോൾ അത് ഈ അരിക്കടുക്കയ്ക്ക് നല്ല സ്വാദ് കൊടുക്കും. അപ്പം അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളതൊന്ന് കുഴച്ചെടുക്കാം. ഒന്നുകൂടെ നന്നായിട്ട് കുഴയ്ക്കാം ആ വെള്ളത്തോടു കൂടി. അപ്പോൾ തന്നെ ഇതിന് ഈ കടുക്കയുടെ ഈ അരി മാവിന് തന്നെ അതിൻ്റെ സ്മെല്ലേ മാറിക്കിട്ടും. അപ്പോൾ നല്ലൊരു മണമായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇതാട്ടോ. അപ്പോൾ ഇത് കുഞ്ഞു കടുക്കതിനെ കൊണ്ട് കുഞ്ഞു മാവ് മതി. അപ്പം നമ്മൾ ഇത്ര മാവ് എടുത്തിട്ട് അതൊന്ന് കൈനെ കൊണ്ട് ഈ ഒരു പാകത്തിലാക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു കടുക്കയുടെ ഉള്ളിലേക്കാണ് ഇത് നിറച്ചു കൊടുക്കുന്നത്. കടുക്കേനേക്കാളും നല്ല വലുപ്പം ഉണ്ടാവും കേട്ടോ മാവിന്. അപ്പം അത് ചെയ്യണം നോക്കുക. ഇതാ നമ്മുടെ അരിക്കടുക്ക. അപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളുടെ എല്ലാ കടുക്കയും അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 10 കടുക്കയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് വേവിക്കാൻ വേണ്ടി വെക്കാം. അത് അവിടെ നിന്ന് വേവട്ടെ കേട്ടോ. അരിക്കടുക്ക ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണിയാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് അരിക്കടുക്ക അത് മുക്കിയെടുക്കേണ്ട ഒരു മസാല പ്രിപ്പയർ ചെയ്യാം. എരിവ് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചാട്ടോ. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് നമ്മൾ ഓൾറെഡി മറ്റേ ഈ മിക്സിൽ മാവിലും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി, നോക്കിയിട്ട് ഇട്ടാൽ മതി. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കുറച്ചൊരു ക്രഞ്ചിനെസ് ആ മാവിനെ ഫീൽ ചെയ്യണമെങ്കിൽ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കുറച്ച് അരിപ്പൊടി കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു തിക്കായിട്ടുള്ള ഒരു മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലാണ് നമ്മൾ കടുക്ക ഒന്ന് മുക്കിയെടുത്തിട്ട് വറുത്തെടുക്കുന്നത്. നമ്മളുടെ മസാല ഏകദേശം ഒരു തിക്ക് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. എന്നാലേ ഇതിൽ പൊതിഞ്ഞ് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചു പ്രിപ്പയർ ചെയ്യാം. നമുക്കിനി കടുക്ക 2 തരത്തിലുള്ള കടുക്ക ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് കോഴിക്കോടൻ. ഇത് ഇത്ര വരെ 2 രീതിക്കും ഒരുപോലെ. കോഴിക്കോടൻ രീതിയിൽ എങ്ങനെയാക്കുന്നതെന്ന് ആദ്യം നോക്കാം. കോഴിക്കോടൻ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചു. എന്നിട്ട് അതിലേക്ക് എപ്പോഴും വെളിച്ചെണ്ണയാട്ടോ സ്വാദുണ്ടാവുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. രണ്ടും കോഴിക്കോടൻ രീതിയും കണ്ണൂർ രീതിയും കാണിക്കുന്നുണ്ട്. കണ്ണൂരുള്ളത് കാണിക്കാം. ആദ്യം അത് കോഴിക്കോടുള്ളത് കാണിക്കാം. അപ്പോൾ കോഴിക്കോടുള്ളതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മുഴുവനായിട്ടാണ് മുക്കിയെടുക്കുന്നത്. ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇതാ കാണുന്നുണ്ടോ, ഇത് മുഴുവനായിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. കോഴിക്കോട് ഈ രീതിയിലാണ് അരിക്കടുക്ക ഉണ്ടാക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് അവിടുന്ന് വേവുന്ന സമയത്ത് നമുക്ക് കണ്ണൂർ രീതിയിൽ എങ്ങനെയാണ് അരിക്കടുക്ക പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. കണ്ണൂർ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തോട് അടർത്തിയെടുക്കുന്നുണ്ട്. കടുക്ക വളരെ ചെറിയ കടുക്കയായതുകൊണ്ടാണ് കടുക്ക ഇതിൽ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കും. നമ്മൾ വലിയ കടുക്കയാണെങ്കിൽ ഏതാണ്ട് ഇത്ര ഭാഗം കവർ ചെയ്തേക്കും. അപ്പോൾ ഇങ്ങനെയാണ് കണ്ണൂരേക്ക് നമ്മൾ എടുക്കുക. കോഴിക്കോടൻ അരിക്കടുക്ക ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഇടാം.
ഇതാണ് കോഴിക്കോടൻ അരിക്കടുക്ക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എണ്ണ തന്നെ ഉപയോഗിക്കാം. നമുക്ക് കണ്ണൂർ സ്റ്റൈൽ അരിക്കടുക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കണ്ണൂർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എണ്ണ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ഈ എണ്ണ തന്നെ ഉപയോഗിച്ച് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ കണ്ണൂർ സ്റ്റൈൽ എടുക്കുന്നത്. അപ്പോൾ കളഞ്ഞിട്ട് ഈ മാവ് അപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ സ്വാദിതനായിരിക്കും. കാരണം ഇതിലേക്ക് മാവിലേക്ക് നന്നായിട്ട് ഈ എരിവൊക്കെ മിക്സ് ആവും. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ കടുക്കതിനെ കൊണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് വിട്ടുപോകും. സാരമില്ല, നമുക്കത് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് കണ്ണൂർ ചെയ്യുന്നത്. കണ്ണൂർ രീതിയിൽ അരിക്കടുക്ക തൊലി കളഞ്ഞിട്ടാണ് വേവിച്ചെടുക്കുക. അപ്പം ഞാൻ മറ്റേ പാത്രത്തിൽ ഇട്ടപ്പോഴേ എനിക്കത് സുഖമായിട്ട് കിട്ടുന്നില്ല. മറിച്ചിടുമ്പോഴൊക്കെ അതിൻ്റെ ഇതൊക്കെ പോണു. അപ്പം ഞാൻ ഈ ചീനച്ചട്ടിയിൽ തന്നെ ഇട്ടു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത്. ഓക്കെ, നമുക്കിതായിട്ട് കാണാം. അപ്പോൾ ഈ അരിക്കടുക്കയും വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് നമുക്ക് 2 അരിക്കടുക്കയും 2 വിധത്തിൽ തയ്യാറാക്കിയ കടുക്കയും നമുക്ക് സേവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത അരിക്കടുക്കയാണ്. ആദ്യം കോഴിക്കോട് സ്റ്റൈലിൽ തയ്യാറാക്കിയ തോടോടുകൂടി വറുത്തെടുത്ത അരിക്കടുക്കയാണിത്. പിന്നെ നമ്മൾ അതേ മാവ് തന്നെ നമ്മൾ തോടില്ലാതെ ചെയ്ത് കണ്ണൂർ സൈഡിൽ ഈ രീതിയിലാണ് അരിക്കടുക്ക ഉണ്ടാക്കുക. അപ്പോൾ 2 തരത്തിലുള്ള അരിക്കടുക്കയുടെ റെസിപ്പി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും സ്വാദിഷ്ടമായ ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.